ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ പഠനത്തിലുള്ള സമയം കളയാൻ വേണ്ടി പറ്റില്ല, അത് കൊടുത്താലേ പറ്റുള്ളൂ. അതിന് കൊടുക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ ആരുടെയെങ്കിലും വിശ്വാസത്തെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രൂപത്തിലുള്ള പ്രവർത്തനം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല. മതവിശ്വാസത്തെയോ ദൈവവിശ്വാസത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വിശ്വാസത്തെ വ്രണപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ മോശപ്പെടുത്തണമെന്നോ അസൗകര്യം ഉണ്ടാക്കണമെന്നോ യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല. പക്ഷേ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഹിന്ദു കുട്ടിയായിരുന്നാലും മുസ്ലിം കുട്ടിയായിരുന്നാലും ക്രിസ്ത്യാനി കുട്ടിയായിരുന്നാലും ഒരു മതവും ഇല്ലാത്ത വിദ്യാർത്ഥിയായിരുന്നാലും വിദ്യാഭ്യാസ രംഗത്ത് അവന് കൊടുക്കേണ്ട സംരക്ഷണം കൊടുത്താലേ മതിയാവും. എങ്കിൽ പോലും ഈ കാര്യത്തിൽ ഇത് കേസ് കൊടുത്തൊരു പരിഹാരം കാണേണ്ടതാണ്. ഇക്കാര്യത്തിൽ വന്നിട്ടുള്ള വിമർശനം ഇതുവരെ ആരും രേഖാമൂലം ഒരു പേപ്പറും തന്നിട്ടില്ല. എങ്കിലും വന്നിട്ടുള്ള വിമർശനം സംബന്ധിച്ചും പരിശോധിച്ചാലും അത് കോടതിയുടെ തീരുമാനപ്രകാരം മാത്രമേ അന്തിമമായി നമുക്ക് തീരുമാനത്തിൽ എത്തുന്നതിന് വേണ്ടി കഴിയൂ. ഇതാണ് എൻ്റെ വസ്തുത. കെ.ടി. ജലീൽ പറഞ്ഞത് മുഖ്യമന്ത്രി എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കും. ഇതിനകത്ത് പ്രതിപക്ഷത്തിന്, അതായത് വിമർശനങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ പ്രതിപക്ഷം ഇതിനകത്ത് വല്ല നിലപാടും എടുക്കുന്നുണ്ടോ? പ്രതിപക്ഷത്തിന് എന്താണ് പറയാനുള്ളത്? ഒരു മറുചോദ്യം കൂടി കെ.ടി. ജലീൽ ഇപ്പുറത്തേക്ക് ഇട്ട് തന്നിട്ടുമുണ്ട്. ജലീലിന്റെ വാക്കുകളിലേക്ക് കൂടി. അല്ല, മുഖ്യമന്ത്രി ആ കാര്യം എല്ലാ വിഭാഗം ആളുകളുമായും സംസാരിക്കും. അത് രമ്യമായിട്ട് തന്നെ പരിഹരിക്കും. സമസ്തയുടെ പ്രസിഡന്റ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ അതും കൂടി പരിഗണിച്ച് കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കണം എന്ന് രണ്ടുപേരോടുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സർക്കാരിന്റെ കാര്യം മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെയും ഇക്കാര്യത്തിൽ അഭിപ്രായം എന്താണ് എന്ന് അറിയണം. ജെഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രിയോട് മാത്രമല്ലല്ലോ, പ്രതിപക്ഷ നേതാവിനോടും പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടു കൂട്ടരും അതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് രമ്യമായിട്ടുള്ളൊരു പരിഹാരം അതിന് ആർക്കും വേദനയോ വിഷമമോ ഇല്ലാത്ത രൂപത്തിൽ എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീണ്ടും വി അരുണിലേക്ക്, അതായത് പ്രതിപക്ഷത്തിന് പറയാനുള്ളത് എന്താണ്, അതുകൂടി നിലപാടെടുക്കൂ എന്ന് കെ.ടി. ജലീൽ ചോദിക്കുന്ന വിഷയമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇന്നുള്ള പ്രതികരണങ്ങളിൽ ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ പ്രതിപക്ഷത്തോട് നിർബന്ധിതമായേക്കും. അങ്ങനെ അതിലൊരു തീരുമാനം ഈ തെരഞ്ഞെടുപ്പിനുള്ളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിന് ഇതിനകത്ത് കടക്കാൻ കഴിയുമോ എന്നുള്ള മറ്റൊരു വിഷയമുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കുറച്ച് മണിക്കൂറുകളും സ്കൂൾ സമയമാറ്റവുമായിട്ട് വന്നുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്ന് ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് നിലമ്പൂരിൽ, അല്ലേ അരുൺ? തീർച്ചയായിട്ടും അത് പ്രതിപക്ഷ സംഘടനകൾ കൂടി ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻ കൂടി സൂചിപ്പിച്ചതാണ്. പ്രതിപക്ഷ സംഘടന ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ കൂടി അധ്യാപക സംഘടനകൾ, പ്രതിപക്ഷത്തിൻ്റെ കൂടി അധ്യാപക സംഘടനകൾ കോടതിയിൽ പോയതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്താൻ നിർബന്ധിതമായത്. സർക്കാർ അതിലോട്ട് എത്താൻ താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നീട് കോടതി അലക്ഷ്യ നടപടികൾ സർക്കാർ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് സർക്കാർ അത്തരം ഒരു സമയക്രമീകരണത്തിന് ഉത്തരവ് ഇറക്കിയതെന്നാണ് മന്ത്രി പറയുന്നത്. അതുകൊണ്ടാണ് കെ.ടി. ജലീൽ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം കൂടി കേൾക്കേണ്ടതാണ്. പ്രതിപക്ഷം കൂടി പറയട്ടെ, ഈ സമയമാറ്റം മദ്രസാ പഠനത്തെ, മതപഠനത്തെ ബാധിക്കുമെന്ന് പറയുമ്പോൾ അതിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് കൂടി അറിയണം. അത് സ്വാഭാവികമായും പ്രതിപക്ഷം മറുപടി പറയട്ടെ എന്ന നിലപാട് സർക്കാരും സ്വീകരിക്കും. ഏതായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം ഇന്ന് ഉണ്ടായേക്കും. മുത്തുക്കോയ തങ്ങളുടെ ആവശ്യം സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന സൂചനയാണ്. പക്ഷേ അവിടെയും അത്ര എളുപ്പമല്ല സർക്കാരിൻ്റെ കാര്യങ്ങൾ. കാരണം കോടതിയെ ബോധ്യപ്പെടുത്തണം. കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത ഉത്തരവും തീരുമാനവുമാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ അഭിപ്രായം കൂടി പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അതും ഒരു ചർച്ചയാക്കാൻ, വിവാദമാക്കാനും സർക്കാർ തയ്യാറായിക്കില്ല. അതുകൊണ്ടാണ് ഒരു സമവായ വഴി ആദ്യ പ്രതികരണത്തിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്നതും സമാനമായൊരു പ്രതികരണം ഇപ്പോൾ മുഖ്യമന്ത്രി ഇടപെടുമെന്ന് കെ.ടി. ജലീൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. വി അരുൺ കൂടി വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇനി ഇടതും അതോടൊപ്പം തന്നെ UDF-ഉം കൂടുതൽ താരപ്രചാരകരെ ഇറക്കി രണ്ടാം ഘട്ടം കൊഴുപ്പിക്കാൻ നോക്കുമ്പോൾ പി.വി. അൻവർ ഏത് തരത്തിലാണ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? 15-ാം തീയതി യൂസഫ് പഠാൻ എത്തുന്നു, തൃണമൂൽ കോൺഗ്രസിന്റെ MP യൂസഫ് പഠാൻ എത്തുന്നു. വലിയ ഒരു ആൾക്കൂട്ടത്തിലേക്കൊക്കെ അതും കൊണ്ടുപോകും. അത് വോട്ടായി മാറുമോ? ആ തരത്തിൽ ഒരു ശക്തി പ്രകടനം നടത്താൻ അൻവറിന്റെ പ്രചാരണങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ഒരു വശത്തുണ്ട്. ഏതായാലും മത്സരം നടക്കുന്നത് LDF-ഉം UDF-ഉം തമ്മിലാണ് നിലമ്പൂരിൽ ശക്തമായിട്ട് എന്നുള്ളതിൽ തർക്കമില്ല. അൻവറിന്റെ പ്രതികരണത്തിലേക്ക്